കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഗോവിന്ദിന്റെ ഗീതുവിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഭദ്രൻ കിഷോറിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് വിലാസിനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇവനെ കൂട്ടി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. ദേ നിങ്ങളൊന്നും വിളിക്കരുത് കേട്ടോ, ഇപ്പൊ ഇവൻ നമ്മുടെ കൺകണ്ട ദൈവമാണെന്ന് പറയണം. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കണം. വിലാസിനി നമുക്ക് കോടീശ്വരനായ മരുമോനുണ്ട്, പിന്നെ മരുമോളുണ്ട്, എന്തിനേറെ പറയുന്നു നമ്മുടെ സ്വന്തം മോള് പോലും ഉണ്ട്. എന്നിട്ട് ഇതുവരെ നമ്മൾ തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ. ആ സമയത്ത് രക്ഷകനായിട്ട് വന്ന് ഇവനാ, അറിയാവോ? ഇവനാണ് എന്നെ രക്ഷിക്കാനായിട്ട് വക്കീലിനെ ഏർപ്പാടാക്കിയെന്ന് പറയാം. പെട്ടെന്ന് വിലാസിനെ ഞെട്ടിപ്പോ, ഇവനോ? അതെ, ഇവനെന്താ കുഴപ്പം? ഇവനാ ഏർപ്പാടാക്കിയത്. അങ്ങനെ എനിക്ക് ജാമ്യമൊക്കെ കിട്ടിയെന്ന് പറയാണ്. വിലാസിനേക്ക് ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നിനക്ക് വിശ്വാസമായില്ലല്ലേ എന്ന് പറയാണ്. പിന്നീട് തന്റെ കയ്യിൽ നിന്ന് കുറെ കവർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതേ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഉണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് കിഷോർ പറഞ്ഞു, അയ്യോ പ്രിയക്കുള്ള ഡ്രസ്സ് വാങ്ങിയില്ലെന്ന് പറയാം. ഓ, അതിന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, പ്രിയ ഇവിടെ ഇല്ല, അവൾ അവളുടെ വീട്ടിലേക്ക് പോയേക്കോ എന്ന് പറയണേ. രാധികാമ്മ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ പോയെന്ന് പറയാം. ആ, ഒരു കണക്കിന് ഇല്ലാത്ത നന്നായി. ഇനിയിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ കിഷോർ ഇവിടെ വന്ന വിവരം ഓൺ ദ സ്പോട്ടിൽ തന്നെ വിളിച്ച് ഗീതുവിനോട് പറഞ്ഞു കൊടുത്തരെന്ന് ഭദ്രൻ പറയാം. നീ ഒരു കാര്യം ചെയ്യ, അകത്ത് പോയി ഇച്ചിരി വെള്ളവും ഗ്ലാസ്സും എടുത്തോണ്ട് വാ, ഞാൻ ഇച്ചിരി പണിയുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് കിഷോർ, അതെ നമുക്ക് ഇവിടെ ഇരുന്ന് വേണ്ട, നമുക്ക് ആ പുറത്ത് കാറിലേക്ക് അങ്ങോട്ട് മാറിയിരുന്നാലെന്ന് വെക്കും. കാറെങ്കിൽ കാറ്, നമുക്ക് അങ്ങോട്ട് പോയി ഇരിക്കാന്ന് പറയണം. വിലാസിനി കാറിലേക്ക് എടുത്തോളാൻ പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഭദ്രൻ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ കിഷോർ ഇങ്ങനെ ഊറ്റി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കിഷോർ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. ഭദ്രൻ പറഞ്ഞു, ഒരാഗ്രഹമോ? മോന്റെ ഒരാഗ്രഹമല്ല, 9 ആഗ്രഹം വേണം ഞാൻ സാധിച്ചിരും. അതിനല്ലേ ഈ ഭദ്രനങ്കിൾ ഇവിടെ ഇരിക്കണേന്ന് പറയാണ്. അല്ല, എന്റെ ആഗ്രഹം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്കിൾ സാധിച്ചു വരുമെന്ന് ചോദിക്കണം. ഉറപ്പായിട്ട് സാധിച്ചു വരുമെന്ന് പറയണം. എനിക്ക് ഗീതുവിനെ സ്വന്തമാക്കണം എന്ന് പറയാം. എനിക്ക് ഗീതുവിനെ എന്റെ ഭാര്യയായിട്ട് വേണമെന്ന്. ഭദ്രനൊന്നും ചെട്ടി, നീ എന്താടാ പറഞ്ഞേ? ഗീതുവിനെ ഭാര്യയായിട്ട് വേണമെന്ന്. വേറെ ആരാണെങ്കിലും ഇപ്പൊ ചെപ്പക്കുറ്റി അടിച്ചാൻ തന്നേരം, പക്ഷെ ഇപ്പൊ നിനക്കിട്ട് ഞാൻ തരുന്നില്ല. നീ എന്നെ സഹായിച്ചുകൊണ്ട് മാത്രം. മേലാലിത് പറയരുത്. അവൾ ആരാന്നറിയാവോ? അവള് ഗോവിന്ദമാധവന്റെ ഭാര്യയാടാ. അവളെ എങ്ങനെ നിനക്ക് കിട്ടണേന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം അങ്കിളെ, അങ്കിൾ ഇതൊക്കെ പറയുമെന്ന്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ അതേ കാലം ഒന്നും ഇനിയിപ്പോ ഗീതു ഗോവിന്ദ് സാറിന്റെ ഭാര്യയായിട്ട് ഇരിക്കില്ല എന്ന് പറയാം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അതിനു മുമ്പ് രാധികാമ്മയും വരണും കൂടെ ചേർന്ന് ഗോവിന്ദമാധവനെ ഇല്ലാതാക്കൂല്ലെന്ന് ചോദിക്കുകയാണ്. എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്തായി പറയണേന്ന് ചോദിക്കുകയാണ്. ശരി തന്നെയാ, ഗീതുവായിട്ട് ഡിവോഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് രാധികാമ്മയെ വരണു ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കിയിട്ട് ആ സ്വത്ത് കൈക്കലാക്കാനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് ആഗ്രഹമില്ല. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം. അങ്ങനെ വന്നിട്ടുണ്ടെ അറിയാലോ, ഒന്നുമില്ലാതെ നിങ്ങളുടെ മോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പക്ഷെ ഞാൻ അവളെ സ്വന്തമാക്കിയാലോ, അതും കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണം. ഒരു കാരണവശാലും ഡിവോഴ്സ് നടക്കില്ലെന്ന് പറയണം. ഡിവോഴ്സ് നടക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ പ്രയോജനം എന്തുണ്ടാവും ചോദിക്കുകയാണ്. ഡിവോഴ്സ് നടത്തുവാണെങ്കിൽ 5 കോടി രൂപ രാധികാമ്മ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, ആ പൈസ എനിക്ക് കിട്ടില്ലെന്ന് ചോദിക്കണം. ഓ, 5 കോടി രൂപ? 5 കോടി രൂപയാണോ 500 കോടി രൂപയാണോ വലുതെന്ന് ചോദിക്കണം. എന്താ 500 കോടി രൂപ? ഗീതുമായിട്ട് ഡിവോഴ്സ് നടക്കാതിരുന്ന് എനിക്ക് അവളെ കിട്ടുവാണെങ്കിൽ, ഗോവിന്ദ് മരിച്ചു കഴിയുമ്പോൾ എനിക്ക് അവളെ കിട്ടുവാണെങ്കിൽ സ്വത്തിന്റെ പാതി ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ഗോവിന്ദ്മാധവന്റെ സ്വത്ത് 500 കോടി രൂപ ഞാൻ അങ്ങോട്ട് തന്നേക്കാന്ന് പറയണം. 500 കോടി രൂപയോ? അതെ. എന്നിട്ട് ആ 5 കോടി രൂപ രാധികാമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ പറയണം. ശരിയാ, 500 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ 5 കോടി രൂപ രാധികാമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിയും. എന്നോടാ കളി. പക്ഷെ ഒരു കാര്യമുണ്ട്. പക്ഷെ എങ്ങനെ ഇതൊക്കെ നടക്കൂന്ന് ചോദിക്കണം. അത് നടക്കാനായിട്ടോ? അതിനാണോ ബുദ്ധിമുട്ട്? ഭദ്രൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെ അത് നടക്കില്ല എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഭദ്രനങ്ങളെ. ഭദ്രനങ്ങള് ഗോവിന്ദ്മാധവന്റെ അച്ഛനെ ഇല്ലാതാക്കാനായിട്ട് പറ്റുമെങ്കിൽ ഈ നിസ്സാര കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. കൂടത്ത് നിന്നിട്ട് ചതിച്ച് വഞ്ചിച്ചല്ലേ, അങ്ങനെയല്ലേ അയാൾ ആത്മഹത്യ ചെയ്തേ? അങ്ങനെ പറ്റുമെങ്കിൽ ഈ കാര്യത്തിലും ഭദ്രനങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഭദ്രനങ്ങൾ വിചാരിച്ച സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് പറയണം. ആ പഴയ ഭദ്രനങ്ങളെ എനിക്ക് വേണ്ട, കൂടത്ത് നിന്ന് ചതിച്ചിട്ട് ഇല്ലാതാക്കുന്നേ. അല്ലാതെ ഇപ്പോഴേ കാണിക്കുന്നതൊക്കെ വെറും വേഷം കെട്ടാന്ന് എനിക്ക് അറിയാന്ന് പറയണം. ഭദ്രൻ പെട്ടെന്ന്, ശരിയാ, എന്റെ പഴയ സ്വഭാവം അവിടെ ആർക്കും അറിയത്തില്ല. ഞാൻ വെറൊരു കോമാളയായിട്ട് കൂടെ നടക്കുന്നതല്ലേ. 500 കോടി രൂപ കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് സൂഹിക്കാനായിട്ട്. അല്ല, ഇത് നിങ്ങളുടെ ഭാര്യ വിലാസിനി ആന്റി പോലും അറിയില്ലെന്നു. അവളോ? അവൾ എങ്ങനെ അറിയാനാ? എനിക്ക് 500 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ എന്നേ ഉപേക്ഷിക്കും. എന്റെ അപ്പുറത്തും ഇപ്പുറത്ത് നല്ല കിളി പോലെയുള്ള പെമ്പിള്ളായിരിക്കും പിന്നെ നിൽക്കണേന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറിന്റെ ഗ്ലാസ് മുട്ട് കേട്ടുകയാണ്. നോക്കുകയും വിലാസിനി, അതെ ഈ ഓംലേറ്റും കൂടെ കഴിക്ക്, വെറുതെ ഉള്ള മദ്യം എല്ലാം കൂടെ കഴിച്ച് ശരീരം കേടാക്കണ്ട. ഇനി ഒന്നും കഴിക്കാതിരുന്ന് മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, എവിടെയെങ്കിലും ബോധം കെട്ട് കിടക്കാനെന്ന് പറയാണ്. അതിന്
ശരി ശരി എന്നാ നീ അങ്ങോട്ട് പൊക്കോളാൻ പറയാണ്. വിലാസിനോട് എന്തിനു വേദന നീ ഞാൻ തന്നെ വേണം നോക്കാൻ എന്ന് പറഞ്ഞിട്ട് വിലാസിനെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ഇങ്ങനെ നടക്കുവാണ്. കുറെ സമയം നടക്കാൻ പറ്റും, കാലൊക്കെ കഴിച്ചു പൊട്ടാൻ തുടങ്ങി. എന്നിട്ടും ഗീതു നടപ്പങ്ങ് നിർത്തുന്നില്ല. ഈ സമയത്ത് വിലാസിനല്ല സോറി വിജയലക്ഷ്മി ഇങ്ങനെ ഗീതുവിനെ അന്വേഷിച്ച് പോവാണ്. പക്ഷെ ഗീതുവിനെ ഒരിടത്തും കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ഗീതു എന്ത് ചെയ്യാണ്, മടുത്ത് തല ഇറങ്ങുന്ന പോലെ തോന്നിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു മരത്തേലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. അതുവഴി പാസ് ചെയ്ത് വിജയലക്ഷ്മി പോയി കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേനും ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ചാരി ഗീതു നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് വിലാസിന് ഡ്രൈവറോട് ഞാൻ വണ്ടി തിരിക്കാൻ പറയണം. വണ്ടി ഇങ്ങനെ ബായിക്ക് എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീതു തന്നെയാ അത്. പെട്ടെന്ന് വിജയലക്ഷ്മി ചാടി ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റി മോളെ, നീ എന്ത് പരിപാടിയെ കാണിച്ചേ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അതെ ഇപ്പൊ തന്നെ നീ നല്ല ടയേർഡായിട്ടുണ്ട്, ബാ വന്ന് കാറിലേക്ക് കയറാൻ പറയാണ്. നിനക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് പരിഹരിക്കാം, നീ എന്നോട് തുറന്നു പറഞ്ഞാൽ തീരാതെ പ്രശ്നങ്ങളുള്ളൂ നിനക്കെന്ന് പറയാണ്. പെട്ടെന്ന് ഗീതു വിജയലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് ചാരുവാണ്. എന്ത് പറ്റും മോളെ, നിന്റെ ഉള്ളിലുള്ള വിഷമം എന്താ, ഈ അമ്മയോട് പറ, ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ചെമ്പകശ്ശേരി തറവാട്ടിൽ പോയിട്ട് സ്വസ്ഥതയോടെ സംസാരിക്കാം. ഇപ്പൊ നീ അങ്ങോട്ട് വരാൻ പറയാണ്. നീ ഇങ്ങനെ എത്ര ദൂരം എന്ന് വെച്ചാൽ നടക്കണേ. വേണ്ടമ്മേ ഞാൻ വരുന്നില്ല എന്ന് പറയണം. ഈ നടപ്പുണ്ടല്ലോ, ഈ നടപ്പ് എനിക്കൊരു സുഖമായിട്ടാ തോന്നുന്നേ. എന്റെ കാലിലെ എന്റെ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും എന്റെ കാലിൽ നല്ല മുറിവുകളൊക്കെ ഉണ്ടാവും. ആ മുറിവുകളെക്കാളും കൂടുതലുള്ള മുറിവായിരിക്കും എന്റെ ഉണ്ടാവണം. അതുണ്ടായി ഞാൻ നീറി ഇരിക്കട്ടെ. എനിക്ക് ആ നീറ്റിലൊരു ഇപ്പം സന്തോഷമായിട്ടാ തോന്നിയെന്ന് പറയണേ. ഇതൊക്കെ ആയിട്ട് വിലാസിനിയല്ല സോറി ഇടയ്ക്കിടയ്ക്ക് വിലാസിനി എന്ന് പറഞ്ഞ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ ഇവളി പറയണേ, എന്താ മോളെ ഇങ്ങോട്ട് നീ പറയുന്നത്, ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് കാറിലേക്ക് പിടിച്ചു കയറ്റാൻ നോക്കണം. വേണ്ടമ്മേ ഞാൻ പൊക്കോളാം, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം, എനിക്ക് അവിടെ പോയി സ്വസ്ഥതയോടെ കിടക്കണമെന്ന് പറയാം. അതെ സ്വസ്ഥതയോടെ കിടക്കാം, ചെമ്പകശ്ശേരി വന്നിട്ടാണ് കിടക്കാലോ എന്ന് പറയണം. അത് വേണ്ട, എനിക്ക് എൻ്റെ മുറി കിടക്കണം. ആ മുറിയുടെ അവകാശം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ ഇപ്പോഴും ഗോവിന്ദമാധവന്റെ ഭാര്യ, ഞാൻ ഭാര്യയായിട്ട് തന്നെ തുടരും. അവിടെ ആരെയും കയറാൻ ഞാൻ അനുവദിക്കില്ല, എനിക്ക് ആ മുറിയിൽ തന്നെ പോയി കിടക്കണമെന്ന് പറയാണ്. ശരി ശരി അന്ന് അങ്ങനെ ആയിക്കോട്ടെ, നിന്നിപ്പോ നിന്റെ വീടിന്റെ അവിടെ ഇറക്കി വിട്ടാ പോരെ, വാന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ പതുക്കെ പിടിച്ച് കാറിലേക്ക് കയറ്റിക്കൊണ്ട് വിജയലക്ഷ്മി പോവാണ്. ഈ സമയത്ത് അറക്കൽ കുടുംബത്തില് എല്ലാവരും കൂടെ ആഘോഷത്തിനുള്ള പുറപ്പാടുകളായിരുന്നു. എല്ലാം അലങ്കരിച്ചു, വീടൊക്കെ അലങ്കരിച്ചു. പിന്നീട് രാധികാമ്മ എന്ത് ചെയ്യണം, ഗോവിന്ദനെ വിളിക്കുക. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഈ കണ്ണൻ ഇത് എവിടെ പോയി കിടക്കുക, വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല എന്ന് പറയാണ്. വരുൺ വന്നിട്ട് ചോദിച്ചു, എന്താമ്മേ കുറെ സമയമല്ലേ ശ്രദ്ധിക്കുന്നത്, അമ്മ ആരെ കോള് വിളിക്കുന്നതെന്ന് ചോദിക്കാം. എടാ ഞാൻ നിന്റെ ഗോവിന്ദേട്ടനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കുന്ന, പക്ഷെ ഇതുവരെയായിട്ടും ഗോവിന്ദൻ കോൾ എടുത്തിട്ടില്ലെന്ന് പറയാം. അതാണോ കാര്യം, അവൾ ഇന്ന് അല്ലമ്മ അമ്മ എന്തിനാ വിളിക്കുന്നത്, ഇന്ന് അവന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ ബർത്ത്ഡേ പാർട്ടി നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇവന് ഇതുവരെയായിട്ടും ബർത്ത്ഡേ എന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അവനെ ഒന്ന് വിളിച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. ഓ അതാണോ കാര്യം, സർപ്രൈസ് ഒക്കെ ഇപ്പോഴേ ഗീതു കൊടുത്തു കാണും, ഇന്ന് ബർത്ത്ഡേ ആന്ന് ഗീതു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായിട്ട് അവള് ഗോവിന്ദനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടെന്ന് പറയും. അതെങ്ങനെ അവൾ അറിഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആന്നുള്ള കാര്യം, ഇവിടെ എനിക്കും മാത്രം അറിയത്തുണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെ അവൾ അറിഞ്ഞെന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് കാഞ്ചനോട് ചോദിച്ചു, നീ എങ്ങനെ പറഞ്ഞായിരുന്നോട് ചോദിക്കും. ഇല്ല. ദേഹിയോടിച്ച് നീയോ, ഞാൻ അങ്ങനെ പറയുമോ, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയാണ്. രാധികാൻ പറഞ്ഞു, എനിക്കും വരുണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നിനക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, പിന്നെ എങ്ങനെ ഇത് ഗീതുവിന്റെ ചെവിയിലെത്തി. പെട്ടെന്ന് രേഖയ്ക്കൊരു വെപ്രാളുണ്ട്. രേഖ പറയാം, അതിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ അമ്മേ, അങ്ങനെ അറിഞ്ഞായിരിക്കുന്നത്. വരുമ്പോൾ ഞാൻ ശരിയാ, ചിലപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞായിരിക്കും എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി ഗീതുവിനെ കൂട്ടിയിട്ട് അറക്കൽ വീടിന്റെ മുന്നിലേക്ക് വരുവാണ്. അറക്കൽ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും വിജയലക്ഷ്മി പറഞ്ഞു, ശരി മോളെ എന്നാ നീ പൊക്കോളാൻ പറയാണ്. അല്ല മേഡം ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കണം. വേണ്ട, ഇപ്പൊ തന്നെ നീ ടയേർഡായിട്ടാ വന്നേ, ഇനിയിപ്പൊ ഞാനും കൂടെ കയറി വന്നാൽ അത് വലിയ പ്രശ്നവും. എന്നെ കണ്ടിട്ട് പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാലോ, എന്നെ എന്തേലും പറഞ്ഞാൽ നീ കയറി ഇടപെടും, പിന്നെ വല്ലാത്തൊരു പ്രശ്നമാവെന്ന് പറയാം. ശരിയാ മാഡം പറഞ്ഞേ, ശരിയാ അമ്മ പറഞ്ഞത്, ഇനി എന്തായാലും അമ്മ വരുന്നില്ലേ വരണ്ട, അമ്മ തിരിച്ചു പോക്കോ, ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ എന്ന് പറയാണ്. വിജയലക്ഷ്മി പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മറന്നുപോയി. കുറെ സമയം നമ്മള് കാറി വന്നിട്ട്, പക്ഷെ നിനക്ക് എന്താ സംഭവിച്ചേ, നീ എന്തിനാ കരഞ്ഞെന്ന് എന്നോടൊന്നും പറഞ്ഞില്ല, നീ എന്താ എന്നോട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗീത പറഞ്ഞു, അമ്മേ ഇതുവരെ ആയിട്ട് ഇത്രയും കാലമായി ഗോവിന്ദേട്ടനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താ, ഈ അറക്കൽ കുടുംബമായിട്ട് അമ്മയ്ക്കുള്ള ബന്ധം എന്താ, ഇതുവരെയായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവരും എന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും കുറെ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിക്കുന്നുണ്ട്, പക്ഷെ എന്നോട് ആരും ഒന്നും പറയാറില്ല. അപ്പൊ ഈ രഹസ്യം എന്റെ മനസ്സിൽ കിടന്നോട്ടെ, എനിക്കും കുറച്ച് രഹസ്യങ്ങളൊക്കെ വേണ്ടേ. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്കും സ്വന്തമായിട്ടൊന്ന് കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെയാ ശരിയാവും നമ്മേന്ന് ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെതായ കുറെ രഹസ്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതും അകത്തേക്ക് പോവാണ്.
അങ്ങനെ അകത്തേക്ക് പോയി വിജയലക്ഷ്മിക്ക് ആ പോയി ടെൻഷനായിപ്പോയി. ഇതെന്താ ഇവള് പറഞ്ഞിട്ട് പോയത്, ഒന്നും അങ്ങ് മനസ്സിലാവുന്നല്ലോ. ഇനിയിപ്പോ ആ ശിവരഞ്ജിന് അവളെങ്ങാനും ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കി കാണുവോ, ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് വിജയലക്ഷ്മി ഫോൺ എടുത്തിട്ട് വിളിക്കുവാണ്. വിളിച്ചിട്ട് ശിവ എന്തേന്ന് ചോദിക്കുവാണ്. അപ്പൊ അങ്ങേ തലയ്ക്കുന്ന എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. അങ്ങേ തലയ്ക്കുന്ന പറയുന്ന കേട്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ് വിജയലക്ഷ്മി. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.